സെന്റ് പീറ്റേഴ്സ് ബസലിക്കയുടെ 400ാമത്തെ വാർഷികം വത്തിക്കാൻ നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ കത്തോലിക്ക ദേവാലയങ്ങളിൽ ഒന്നാണ് സെന്റ് പീറ്റേഴ്സ് ബസലിക്ക എന്ന് പറയുന്നത്. സമർപ്പണത്തിന്റെ 400ാം വാർഷികത്തിൽ ഒരു വർഷം നീളുന്ന ആത്മീയവും സാംസ്കാരികവുമായ പരിപാടികളുമായി വത്തിക്കാൻ മുന്നോട്ട് പോവുകയാണ്. എന്തൊക്കെയാണ് സെന്റ് പീറ്റേഴ്സ് ബസലിക്കയുടെ പ്രത്യേകതകൾ, ആഘോഷങ്ങളോട് അനുബന്ധിച്ച് വത്തിക്കാനിൽ നടക്കുന്ന പരിപാടികൾ എന്തെല്ലാമാണ്, ഇതിനെക്കുറിച്ചൊക്കെ വിശദമായി സംസാരിക്കാൻ വത്തിക്കാനിൽ നിന്നും ഫാദർ പ്രിൻസ് തെക്കേപ്പുറം അദ്ദേഹം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് തന്നെ വിശേഷങ്ങൾ നേരിട്ട് ചോദിക്കാം. ഫാദർ, എന്തൊക്കെയാണ് വത്തിക്കാനിലെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ എവിടെ വരെയായി? ഈ 400ാമത്തെ ഒരു വാർഷികം എന്ന് പറയുമ്പോൾ അതിനുള്ള പരിപാടികളും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്? ജോയ്സ് അലീന, വത്തിക്കാനിൽ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ പുനർനിർമ്മാണത്തിന്റെയും പുനഃപ്രതിഷ്ഠിതയുടെയും 400ാം വാർഷികമാണ് ആഘോഷിക്കപ്പെടുന്നത്. ഈ വരുന്ന വെള്ളിയാഴ്ച ഫെബ്രുവരി 20-ാം തീയതി കുരിശിന്റെ വഴിയോടുകൂടി വത്തിക്കാനിൽ തിരുക്കർമ്മങ്ങൾ ഔദ്യോഗികമായി തുടങ്ങുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. 2026 നവംബറിലാണ് ഇതിന്റെ ഈ ആഘോഷങ്ങളുടെ സമാപനം വരുന്നത്. 1506 മുതൽ 1626 വരെ 120 വർഷങ്ങൾ എടുത്താണ് ഈ വത്തിക്കാൻ സെന്റ് പീറ്റേഴ്സ് ബസിലിക്ക എന്ന് പറയുന്ന ഒരു മഹാകാവ്യം രചിക്കപ്പെട്ടതെന്ന് നമുക്കറിയാം. വളരെ പ്രശസ്തരായിട്ടുള്ള ഇറ്റാലിയൻ ശില്പികൾ, അതിൽ മൈക്കൽ ആഞ്ചലോ ഉൾപ്പെടും, ലോറൻസോ ബർണീനി ഉൾപ്പെടും. ഇവരുടെയൊക്കെ അശ്രാന്ത പരിശ്രമത്തിനും അതുപോലെ തന്നെ ജൂലിയസ് 2-ാമൻ മാർപ്പാപ്പയിൽ ആരംഭിച്ച് ഉർബൻ 8-ാമൻ മാർപ്പാപ്പയിൽ അവസാനിച്ച് അങ്ങനെ നിരവധി മാർപ്പാപ്പമാരുടെ പ്രാർത്ഥനയും പ്രയത്നങ്ങളും എല്ലാം നമുക്ക് പിന്നിൽ കാണുന്ന ഈ മനോഹരമായിട്ടുള്ള ബസിലിക്കയുടെ നിർമ്മാണത്തിന് പിന്നിലുണ്ട്. അതുപോലെ തന്നെ ഈ 400ാം പുനഃപ്രതിഷ്ഠയുടെ 400ാം വാർഷികം പ്രമാണിച്ച് ഇതുവരെ വത്തിക്കാനിൽ, അതായത് വത്തിക്കാൻ ബസിലിക്കയ്ക്കുള്ളിലും അതുപോലെ ഡോമിലും വത്തിക്കാൻ മ്യൂസിയത്തിലും ഒക്കെ പൊതുവിൽ സാധാരണയായി സന്ദർശന അനുമതി ഇല്ലാത്ത ഇടങ്ങളിൽ സന്ദർശകർക്ക് സന്ദർശന അനുമതി ഉണ്ടെന്നാണ് ഈ വത്തിക്കാൻ ബസിലിക്കയുടെ ആർച്ച് ബിഷപ്പായ കർദിനാൾ മൗറോ ഗംബേത്തി നമ്മെ അറിയിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും. എന്തായാലും കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു ആഘോഷ കാര്യങ്ങളിൽ തന്നെ, അല്ലെങ്കിൽ ഏറ്റവും വലിയ ആഘോഷങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. 400 വർഷം എന്ന് പറയുന്നത്, 400 വർഷത്തെ ചരിത്രം എന്ന് പറയുന്നത് ചെറിയ കാര്യമൊന്നുമല്ല. എന്തായാലും കൂടുതൽ വിവരങ്ങൾ, കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ സാധിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഫാദർ പ്രിൻസ് തെക്കേപ്പുറം CSSR അദ്ദേഹമാണ് ഇപ്പം നമ്മളോടൊപ്പം സംസാരിച്ചത്. വളരെ നന്ദി ഫാദർ.